പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം മുഴങ്ങുന്നു. ഇസ്രയേലിന്റെ ലംഘനം കൊണ്ട് ഇറാൻ തന്റെ യുദ്ധരീതി മാറ്റുന്നു. അമേരിക്ക നിന്ന് കത്തും, ഒരു തരത്തിലും മാപ്പില്ല, യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അതിഭയാനകമായിട്ടുള്ള തിരിച്ചടിയുമായിട്ട് ഇറാൻ വരുന്നു. ഇനി ചതിയന്മാരായിട്ടുള്ള അമേരിക്കയും ഇസ്രയേലിനെയും തീർക്കാൻ പോവുകയാണ് ഇറാൻ. ഇവർ കാത്തിരിക്കുന്നത് വൻ വിനാശമാണ്. ഇറാന്റെ നീക്കത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ലോകം. അതായത് കരാർ ലംഘിച്ചാണ് ഇസ്രയേൽ ഈ ഒരു ആക്രമണം ലെബനാനിൽ നടത്തിയിരിക്കുന്നത്. ലെബനാനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇറാനുമായിട്ട് ഏറ്റവും അടുത്ത ആളുകളാണ്. അത് മാത്രമല്ല ഹിസ്ബുള്ള ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. ഇറാന്റെ എന്താവശ്യത്തിനും രംഗത്തുണ്ടായിരുന്നു. അതേ ലെബനാന് നേരെയാണ് ഇന്ന് ഈ പറയുന്ന ഇസ്രയേൽ ആക്രമണം നടത്തി 250 പേർ മരണപ്പെട്ടത്. ഏതായാലും ഈ ഒരു ആക്രമണത്തിൽ കനത്ത തിരിച്ചടി ഇസ്രയേലിന് നൽകാൻ തക്കവണ്ണം ഇറാൻ തന്റെ നീക്കങ്ങൾ നടത്തുകയാണ്. ഈ നീക്കത്തിൽ നടുങ്ങിയിരിക്കുകയാണ് പശ്ചിമേഷ്യ. മാത്രമല്ല അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ച 10 കാര്യങ്ങളും ഇനി മാറ്റി ചർച്ചകളും സമാധാനവും ഇല്ല. ഇനി യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. സാധാരണക്കാരെന്നോ സൈനികരെന്നോ ഉള്ള നോട്ടം പോലുമില്ല. അതിഭയാനകമായിട്ടുള്ള ഒരു യുദ്ധത്തിനാണ് ഇറാൻ തന്റെ കച്ച കെട്ടി മുറുക്കുന്നത്. ഹോർമുസ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മുന്നിൽ എന്നേക്കുമായിട്ട് അടയ്ക്കുകയും ഇറാൻ ചെയ്തിട്ടുണ്ട്. ഇനി ജന്മന്റെ കാലത്ത് ഈ പറയുന്ന ഹോർമുസ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും തുറന്നു കൊടുക്കില്ല എന്ന കടുത്ത നിലപാട് കൂടി എടുത്തിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവും യുദ്ധവുമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്നത്. ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ച നടത്തിയതിനു ശേഷം വെടിനിർത്തൽ 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കുകയായിരുന്നു അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും. ഇതിൽ സമ്മതം മൂളി, അതൃപ്തി ഉണ്ടായിരുന്നെങ്കിലും സമ്മതം മൂളി ഇസ്രയേൽ രംഗത്ത് വന്ന്. എന്നാൽ ഈ ഒരു ചൊവ്വാഴ്ച നടന്ന ചർച്ചയ്ക്ക് ശേഷം പിന്നീട് ലെബനാനിലേക്ക് ഉറങ്ങിക്കടന്നവരുടെ മേത്തേക്ക് 100 കണക്കിന് മിസൈലുകൾ തൊടുത്തുവിട്ട് ചതിയിലൂടെ ഈ ഇറാനെ തകർക്കാൻ നോക്കുക, അല്ലെങ്കിൽ തളർത്താൻ നോക്കുകയായിരുന്നു ഇസ്രയേൽ. അതിന് ഏറ്റവും ഭയാനകമായിട്ടുള്ള തിരിച്ചടിയുമായിട്ട് ഇറാൻ രംഗത്തെത്തുകയാണ്. ഇറാന്റെ കാര്യങ്ങൾ അറിയാം. ഇറാന്റെ കയ്യിൽ എന്തുമാത്രം ആയുധങ്ങളും വെടിക്കോപ്പുകളും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ബോംബുകളും മിസൈലുകളും ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അത്യാധുനിക യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോംബുകളും മിസൈലുകളുമാണ് അവരുടെ പക്കലുള്ളത്. ഇനി അത് മാത്രമല്ല, ഈ പറയുന്ന ഹോർമുസ് കടൽ വളരെ നിർണായകമാണ്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും വലിയ നഷ്ടമാകും. പശ്ചിമേഷ്യ നിന്ന് കത്തുകയും ചെയ്യും. എന്തായാലും ഇസ്രയേലിന്റെയും മുന്നിൽ എന്നേക്കുമായിട്ട് ഈ ഒരു ഹോർമുസ് കടലിടുക്ക് അടഞ്ഞിരിക്കുകയാണ്. ഇനി വലിയൊരു തിരിച്ചുവരവാണ് ഈ പറയുന്ന ഇറാൻ നടത്താൻ പോകുന്നത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലേക്ക് ഇറാൻ തന്റെ കച്ചകൾ മുറുക്കുകയാണ്. ഇതിനിടയിലാണ് അമേരിക്ക പെട്ടുപോകുന്നത്. എന്തായാലും 2 ആഴ്ചത്തേക്ക് ആക്രമണം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ചതിയിലൂടെ ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ലെബനാൻ ബെറൂട്ടിലേക്ക് ഇപ്പോഴും ആക്രമണം നടക്കുന്നുണ്ട്. ലെബനാനിലേക്ക് ആക്രമണം തൊടുത്തുവിട്ടിരിക്കുകയാണ്. എന്തായാലും വെടിനിർത്തലിന്റെ ഭാഗമല്ല, അതുകൊണ്ടാണ് അവിടെ ഒരു ആക്രമണം ഞങ്ങൾ നടത്തിയത് എന്നാണ് ഇസ്രായേൽ അതിനെ വാദിച്ചു പറയുന്നത്. എന്നാൽ ലെബനാൻ അതിന്റെ ഭാഗമാണെന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കരുതുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് പകരം എത്ര വലിയ ഭീകരമായിട്ടുള്ള അതിഭയാനകമായിട്ടുള്ള യുദ്ധമാണ് വരാൻ പോവുക എന്ന് നോക്കുക എന്നതാണ്. ഇറാൻ യുദ്ധത്തിലും സമീപകാലങ്ങളിലുമുള്ള മറ്റു വിഷയങ്ങളിലും ട്രംപ് സ്വീകരിച്ച വിവാദപരമായിട്ടുള്ള തീരുമാനങ്ങൾക്കും നിലപാടുകൾക്കുമെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായി. ജനങ്ങൾ തെരുവിലിറങ്ങി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഏതായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു തീരുമാനങ്ങൾ, ഇത്തരം രീതികളൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ പോലും അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആ ഒരു തൃക്കണ്ണ് തുറക്കുന്ന രീതിയിലേക്കാണ് ഇസ്രയേലും അമേരിക്കയും കൂടി പ്ലാൻ ചെയ്ത് ഗൂഢാലോചന ചെയ്ത് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇത്രയും നാളും യുദ്ധം 5 ദിവസവും 10 ദിവസവും അങ്ങനെയൊക്കെ നിർത്തണം എന്ന് പറയുമ്പോഴും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ പറയുന്ന ട്രംപ് പറയുന്നത് ഞങ്ങൾ അത് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ രീതിയിലല്ല, ഞങ്ങൾ പറഞ്ഞിരുന്നു ഇസ്രയേലിനോട് ഈ ഒരു യുദ്ധം നിർത്തണമെന്ന്, പക്ഷെ അവർ അത് ചെയ്തതാണ് എന്ന്. പക്ഷെ ഈ കാര്യത്തിൽ ഈ പറയുന്ന അമേരിക്കയുടെ ഒരു രീതി ശ്രദ്ധിക്കൂ. അമേരിക്ക വീണ്ടും പറയുന്നത് എന്താണ്? ഇനിയും ആക്രമണം നടത്തും എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കേ. വാക്കിന് വിശ്വാസമില്ലാതെ, വാക്കിന് വിലയില്ലാത്ത 2 പ്രധാനമന്ത്രിമാർ, അങ്ങനെ തന്നെ വേണം പറയാൻ. ഒരിക്കലും ഒരു വാക്കിനും വില കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും കള്ളത്തരം പറയുന്ന, അല്ലെങ്കിൽ ഇത്രയും കണ്ണിൽ ക്രൂരത ഉള്ള 2 നേതാക്കന്മാർ എന്നിവരെ വിളിക്കപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫലസ്തീൻ നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു വിഷയമാണ് ഫലസ്തീൻ. ഫലസ്തീനിലേക്ക് കുഞ്ഞു കുരുന്നുകളെ കൊന്നൊടുക്കിയ ഒരു ക്രൂരനായിട്ടുള്ള
ഒരു നേതാവാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ വീണ്ടും ഈ ലെബനാനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്, അതും ചതി പ്രയോഗത്തിലൂടെ, വളരെ ചതിയിലൂടെ, വളരെ പ്ലാൻ ചെയ്ത് ഗൂഢാലോചന ചെയ്ത് അമേരിക്കയുടെ സമ്മതത്തോടെ ആയിരിക്കാം ഈ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതും വിലയിരുത്തുന്നതും. ഒരുപക്ഷെ അങ്ങനെ ആവാൻ സാധ്യതകൾ ഏറെയാണ്. കാരണം അമേരിക്കയും ഇസ്രയേലും കൂടി സംയുക്തമായിട്ടാണ് എപ്പോഴും ആക്രമണങ്ങൾ നടത്താറ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള ഒരു അന്തർധാര അനുസരിച്ച് ഏത് നിമിഷം എങ്ങനെ വേണമെങ്കിലും ആക്രമണം ഇസ്രയേലിന് നടത്തിയാലും അത് അമേരിക്ക അതിനെ അനുകൂലിക്കുന്ന രീതിയിലേ നിൽക്കാറുള്ളൂ. എന്നാൽ ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ പൊതു മധ്യേ വന്ന് അല്ലെങ്കിൽ പൊതു മാധ്യമ പ്രവർത്തകർക്കിടയിൽ ട്രംപ് പറയുന്നത് ഈ ഒരു കാര്യം ഞങ്ങൾക്കറിയില്ല എന്നതൊക്കെയാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കള്ളത്തരത്തിലൂടെയും വഞ്ചനയിലൂടെയും രാജ്യം പിടിച്ചെടുക്കാനും അല്ലെങ്കിൽ ജനങ്ങളെ കൊന്നൊടുക്കാനും വധിക്കാനും ഒക്കെ ഈ ഒരു തീരുമാനമെടുക്കുമ്പോൾ അവർ കേൾക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രഹരം എന്താണെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു രീതിയിലാണ് ഇറാൻ അതിനെ മിനുക്കിയെടുക്കുന്നത്. ഇറാന്റെ കരുത്ത് എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. അവിടെ മരണത്തെ കാട്ടി ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾക്ക് മേൽ അവർ വീണ്ടും ഞങ്ങൾ മരണത്തിന് കീഴടങ്ങാൻ തയ്യാറാണ്, പക്ഷെ ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ രക്തസാക്ഷി, ഞങ്ങളുടെ മണ്ണ് നിങ്ങൾക്ക് വിട്ടുതരുന്നില്ല. നിങ്ങൾ എത്ര കൊന്നാലും ശരി, ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ഇനി ഇത് മാത്രമല്ല, വലിയൊരു മിസൈൽ സിറ്റിയിലെ ഒരുപാട് അത്യാധുനിക ബോംബുകളും ഈ പറയുന്ന മിസൈലുകളുമുണ്ട്. ഇതിൻ്റെ അടുത്തേക്ക് ഇറാൻ അടുത്ത ഒരു യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങൾ എടുക്കാൻ പോവുകയാണ് എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്ലസ്റ്റർ ബോംബുകളിട്ട് വലിയ പ്രഹരം ഉണ്ടാക്കിയ ഈ പറയുന്ന ഇറാന്റെ പക്കൽ അതിഗംഭീരമായിട്ടുള്ള ആയുധങ്ങളുണ്ട്. അത് ഏത് നിമിഷവും എടുത്ത് പൊട്ടിക്കാം. അമേരിക്ക നിന്ന് കത്തും, ഇസ്രയേൽ അതിഗംഭീരമായിട്ട് പരാജയപ്പെടും എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഇത്ര പേരെ കൊന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വീരവാദം മുഴക്കുന്ന അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രയേലിനും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. അത് മറ്റൊരു കാര്യമാണ്. വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലും അവിടുത്തെ അല്ലെങ്കിൽ അവിടുത്തെ ജനജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇളവ് ഇറാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി ഈ ജനങ്ങളെന്നോ സാധാരണക്കാരെന്നോ അല്ലെങ്കിൽ ജനവാസ മേഖലയൊന്നൊന്നും ഇറാൻ നോക്കില്ല. യാതൊരു തരത്തിലുള്ള രീതിയിലും അവർ ഇനി നിങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിലുള്ള നീക്കങ്ങൾ ഒരു നയം കൊണ്ടുവരത്തില്ല, ഒരു ഇളവ് കൊണ്ടുവരത്തില്ല എന്നുള്ളൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഇറാൻ എത്തി നിൽക്കുകയാണ്. ഏത് നിമിഷവും ആർക്ക് വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലേക്ക് ഇറാന്റെ കരുത്തവർ തിട്ടപ്പെടുത്തി എടുക്കുകയാണ്. മാത്രമല്ല, ഇത്രയും പ്രഹരം ഏറ്റ സ്ഥിതിക്ക് തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്ന ആക്രമണം ഏത് രീതിയിലായിരിക്കുമെന്നോ ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയേറെ പക ഇന്ന് ഇസ്രയേലിനോടും അമേരിക്കയോടുമുണ്ട്. അപ്പൊ ഈ അമേരിക്കയും ഇസ്രയേലിനും ഇനി ടാർഗറ്റ് ചെയ്ത് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നത് ഇനിയിപ്പോൾ ഇറാന്റെ വലിയൊരു കടമയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഈ ലെബനാനിലേക്ക് ഈ ഒരു ആക്രമണം നടത്തി 250 പേർ തങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടുണ്ടാകാം എന്നൊരു കാര്യം ഇറാനുണ്ട്. അതുകൊണ്ടാണ് ആ രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ടും ഇറാൻ രംഗത്തിറങ്ങാൻ പോകുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ അടിക്ക് തിരിച്ചടി എന്ന് പറയുന്നത് അത് കൊടുത്തു തന്നെയാണ് ശീലം. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ വലിയൊരു യുദ്ധം ഇനി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോവുകയാണ്. ഏത് നിമിഷവും നിന്ന് കത്തും. അമേരിക്ക അടിയറവ് പറയും, ഇസ്രയേൽ കുനിഞ്ഞ് കരയും എന്നുള്ളതിൽ യാതൊരു രീതിയിലുള്ള സംശയമില്ല. അത്രയേറെ പ്രഹരശേഷിയുള്ള ആക്രമണമായിരിക്കും ഇറാന്റെ പക്കൽ നിന്നുണ്ടാകുന്നത്. ഇറാൻ ഒരു തീച്ചുളയല്ല, വലിയൊരു അഗ്നിപർവ്വതമാണ്. ആ അഗ്നിപർവ്വതത്തിൽ നിന്ന് ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും പൊട്ടിത്തെറിച്ച് ഈ ഇരു രാജ്യങ്ങളെ മൊത്തം നശിപ്പിക്കാൻ രീതിയിലുള്ള ഒരു കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യ ആകെ ഭസ്മമാകും. ഈ പറയുന്ന രീതിയിലുള്ള തന്നെ അമേരിക്കയും ഇസ്രയേലും വളരെ നാശനഷ്ടത്തിലേക്ക് പോകുമെന്നതിൽ സംശയമില്ല. എന്തായാലും പൂർണ്ണമായിട്ട് എന്നേക്കുമായിട്ട് ഹോർമുസ് കടലിടുക്ക് അതിന്റെ അടയ്ക്കുന്ന തിരശീല വീണിരിക്കുകയാണ്. ആ ഒരു തിരശീല എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ ഇനി ഈ ഒരു കവാടം കടക്കാനോ അല്ലെങ്കിൽ ആ കവാടം കാണാനോ കഴിയില്ല. അത്രത്തോളം ആ ഒരു സംഭവത്തിന്റെ നീക്കം നടത്തിയിരിക്കുകയാണ്. അതായത് കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇനി ഹോർമുസ് കടലിടുക്ക് തുറക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കാം എന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഈ വെടിനിർത്തൽ ചർച്ച വന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ന് ലോകരാജ്യം മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ്. വീണ്ടും ഈ ഒരു പ്രതിസന്ധിയിലേക്ക് ആക്കിയത് ആരാണ്? ഇസ്രയേലാണ്. ഇസ്രയേലും അമേരിക്കയും കൂടി കടന്നു
കടന്നുള്ള യുദ്ധങ്ങൾ ചെയ്തതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം, ജനജീവിതം ദുസ്സഹമാകാൻ കാരണമായി തീർന്നത്. വിലക്കയറ്റം, അങ്ങനെയുള്ള പല രീതിയിലുള്ള തിരിച്ചടിയാണ് ജനങ്ങൾ ഇന്ന് നേരിടുന്നത്. എന്തായാലും ഈ തിരിച്ചടി ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ അവിടുത്തെ മരണങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ ജനജീവിതം ഒന്നും നോക്കാതെ യുദ്ധം കൊണ്ട് ജയിക്കുക അല്ലെങ്കിൽ ചതി കൊണ്ട് ജയിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നെതന്യാഹുവിനുള്ളത്. അതുകൊണ്ട് നെതന്യാഹു ഇത്തരം കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ചിന്തയുള്ള ഒരാളാണ് ഈ പറയുന്ന ട്രംപും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തന്നെ ചെയ്യും. എന്തായാലും ഈ രണ്ട് പങ്കാളികളും ചേർന്ന് ചതിക്കുഴിയിലൂടെ ഇറാനെ ഇങ്ങനെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇറാന്റെ ഈ പറയുന്നത് പോലെ ഏറ്റവും അടുത്ത ആൾക്കാരായ ഈ ലെബനിലേക്കും ഹിസ്ബുള്ളയിലേക്കും ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പൊട്ടിക്കുന്ന രീതിയിൽ, നിന്ന് കത്തുന്ന രീതിയിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകാൻ